2026 ഗെയിം ചേഞ്ചർ. നിങ്ങളെ ഒരു സൂപ്പർ ഹ്യൂമനാക്കുന്ന 5 സ്കില്ലുകൾ. നമ്മുടെ കരിയറിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഭയപ്പെടാറുണ്ട്. എന്റെ ജോലി നാളെ ഉണ്ടാവുമോ? AI വന്ന് എല്ലാം മാറ്റിക്കളയുമോ? ഈ ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പക്ഷേ ഒരു സത്യം ഞാൻ പറയാം, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം 2030ഓടെ നമ്മൾ ഇന്ന് കാണുന്ന 40% സ്കില്ലുകളും കാലഹരണപ്പെടും. അതായത് നിങ്ങൾ ഇന്ന് പഠിക്കുന്ന പല കാര്യങ്ങളും നാളെ വെറും ചപ്പുചവറുകളായി മാറിയേക്കാം. എന്നാൽ പേടിക്കണ്ട, 2026-ൽ നിങ്ങളെ ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത വിധം വളർത്താൻ സഹായിക്കുന്ന 5 സൂപ്പർ പവർ സ്കില്ലുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇത് കേവലം അറിവല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക തരംഗത്തിൽ മുങ്ങിപ്പോകാതെ നീന്തി കയറാനുള്ള നിങ്ങളുടെ ലൈഫ് ജാക്കറ്റാണ്. ഇതിലൊരു സ്കിൽ ഞാൻ നേരിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതുമായിരിക്കും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ചു കാണുക. ഹാർഡ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും യഥാർത്ഥ വ്യത്യാസം. നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന പ്രശ്നം, നമ്മൾ ഹാർഡ് സ്കില്ലുകൾ പഠിക്കാൻ കാണിക്കുന്ന ആവേശം സോഫ്റ്റ് സ്കില്ലുകളിൽ കാണിക്കാറില്ല. എന്താണിവ തമ്മിലുള്ള വ്യത്യാസം? വളരെ ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ഒരു ട്യൂട്ടോറിയൽ കണ്ടോ കോഴ്സിന് പോയോ പഠിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഹാർഡ് സ്കിൽ. ഉദാഹരണത്തിന് വീഡിയോ എഡിറ്റിംഗ്, കോഡിംഗ്, അല്ലെങ്കിൽ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ആയുധം പോലെയാണ്. എന്നാൽ ഈ ആയുധം എപ്പോൾ, എങ്ങനെ, ഏത് ദിശയിൽ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്ന നിങ്ങളുടെ ബുദ്ധിയാണ് സോഫ്റ്റ് സ്കിൽ. ഇതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിംഗ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് എന്ന് വിളിക്കുന്നത്. ഓർക്കുക, മികച്ച ആയുധങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്, പക്ഷേ അത് ഉപയോഗിക്കാൻ കൃത്യമായ പ്ലാനിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. ഭാവിയിൽ വിജയിക്കാൻ പോകുന്നത് ഈ 2 സ്കില്ലുകളെയും കൃത്യമായി സംയോജിപ്പിക്കാൻ അറിയുന്നവരാണ്. നമ്മുടെ പ്രധാന സ്കില്ലുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളെ ശാരീരികമായും മാനസികമായും ഒരു മികച്ച വ്യക്തിത്വമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു വലിയ അവസരത്തെക്കുറിച്ച് പറയട്ടെ. നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കായി ഒരു വൺ ഓഫർ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വെറും 89 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുന്നവർക്ക് വിപണിയിൽ 3999 രൂപ വില വരുന്ന അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്ന വീഡിയോ കോഴ്സ് പൂർണ്ണമായും സൗജന്യമായി ലഭിക്കും. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ, ഒരു ജിമ്മിലും പോകാതെ, സ്വന്തം ശരീരഭാരം ഉപയോഗിച്ച് എങ്ങനെ മസിൽ വളർത്താം, ഫിറ്റ്നസ് നേടാമെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. ഇതുകൂടാതെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് മാത്രമായി നമ്മുടെ ചാനലിലെ മറ്റ് എക്സ്ക്ലൂസീവ് പ്ലേലിസ്റ്റുകളായ ലുക്ക് മാക്സിംഗ്, നിങ്ങളുടെ രൂപഭാവങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, ഡാർക്ക് സൈക്കോളജി, മനുഷ്യ മനസ്സിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിദ്യകൾ, ഡേറ്റിംഗ് സൈക്കോളജി, സോഷ്യൽ സർക്കിളുകളിൽ എങ്ങനെ ആകർഷകമായ വ്യക്തിത്വമാകാം തുടങ്ങിയ കോഴ്സുകളും ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതിനോടകം തന്നെ 500-ലധികം മെമ്പേഴ്സ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു. ഈ ഒരു ചെറിയ നിക്ഷേപം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഇതിന്റെ ഭാഗമാകൂ. ഡീപ് വർക്ക് ആൻഡ് ഫോക്കസ്, ദി റേറസ്റ്റ് സൂപ്പർ പവർ. ഇന്നത്തെ കാലത്ത് ഏറ്റവും അപൂർവമായ സ്കിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഫോക്കസ് ആണ്. നമ്മളൊരു ജോലി ചെയ്യാനിരിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നു, ഉടനെ ഇൻസ്റ്റഗ്രാം തുറക്കുന്നു, പിന്നെ റീൽസിന്റെ മായാലോകത്ത് മണിക്കൂറുകൾ പോകുന്നത് അറിയുന്നില്ല. ഡീപ് വർക്ക് എന്നാൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ഒരു നിശ്ചിത സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവാണ്. ഇത് പ്രായോഗികമാക്കാൻ ഏറ്റവും നല്ല വഴി പൊമഡോറോ ടെക്നിക്കാണ്. അതായത് 25 മിനിറ്റ് ഫോൺ പൂർണ്ണമായും ദൂരെയോ സൈലന്റിലോ വെച്ച് ജോലി ചെയ്യുക. അതിനുശേഷം മാത്രം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ പതുക്കെ ഇത് 45 മിനിറ്റും 90 മിനിറ്റുമായി വർദ്ധിപ്പിക്കാം. ഓർക്കുക, ലോകത്തെ 90% ആളുകളും ഡിസ്ട്രാക്ഷന്റെ അടിമകളാണ്. നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ തുടർച്ചയായി ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി ആ 90% പേരേക്കാൾ മുന്നിലെത്തും. 2. AI ലിറ്ററസി. AIയെ നമ്മുടെ അടിമയാക്കുക. AI വന്ന് നമ്മുടെ ജോലി കളയുമെന്ന് വിശ്വസിച്ചിരിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. എന്നാൽ സത്യമതല്ല. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും, ഓരോ പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോഴും ചില ജോലികൾ ഇല്ലാതാകുമെങ്കിലും അതിനേക്കാൾ മികച്ച 100 കണക്കിന് പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും. 2026-ൽ നിങ്ങളൊരു ഡിസൈനർ ആയിരിക്കണമെന്നില്ല, പക്ഷേ AI ഉപയോഗിച്ച് മികച്ച ഡിസൈനുകൾ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് മികച്ച രീതിയിൽ എഴുതാൻ അറിയില്ലെങ്കിലും ചാറ്റ് GPT അല്ലെങ്കിൽ ക്ലോഡ് പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് മികച്ച സ്ക്രിപ്റ്റുകളോ കണ്ടന്റോ നിർമ്മിക്കാൻ കഴിയണം.
പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നത് ഭാവിയിലെ വലിയൊരു മേഖലയാണ്. AI-യെ പേടിക്കാതെ അതിനെ സ്മാർട്ടായി ഉപയോഗിക്കാൻ പഠിക്കുന്നവരാണ് നാളത്തെ വിജയികൾ. 3. വീഡിയോ എഡിറ്റിംഗ്, ഡിജിറ്റൽ യുഗത്തിലെ ഭാഷ. ഇന്ന് ലോകം വിഷ്വൽ കണ്ടന്റുകളിലൂടെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടുതന്നെ വീഡിയോ എഡിറ്റിംഗ് എന്നത് വെറുമൊരു ടെക്നിക്കൽ സ്കില്ലല്ല, അതൊരു വിനിമയ ഉപാധിയാണ്. പലരും വിചാരിക്കുന്നത് പ്രീമിയർ പ്രോ പഠിച്ചാൽ താൻ വലിയൊരു എഡിറ്ററായെന്നാണ്. എന്നാൽ സോഫ്റ്റ്വെയർ പഠിക്കുന്നത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. യഥാർത്ഥ എഡിറ്റർ എന്നാൽ ഒരു കഥ പറയാൻ അറിയുന്നവനാണ്. സ്റ്റോറി ടെല്ലിംഗ്. വിഷ്വലിലൂടെ പ്രേക്ഷകരുടെ വികാരങ്ങളെ തൊട്ടുണർത്താൻ നിങ്ങൾക്ക് കഴിയണം. അഡ്വൈസ്: നിങ്ങൾ ഏതു തരം വീഡിയോ ആണോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ കാറ്റഗറിയിലെ ടോപ്പ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അവർ എവിടെയാണ് കട്ടുകൾ ഉപയോഗിക്കുന്നത്, എന്ത് തരം മ്യൂസിക്കാണ് പശ്ചാത്തലത്തിൽ വരുന്നത്, ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങളാണ് നിങ്ങളെ ഒരു പ്രൊഫഷണൽ എഡിറ്ററാക്കുന്നത്. 4. കണ്ടന്റ് ക്രിയേഷൻ, നിങ്ങളുടെ വ്യക്തിഗത ബ്രാൻഡ്. എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പേടിയാണ്, എന്റെ ശബ്ദം അത്ര പോരാ, ഇതൊക്കെ നിങ്ങളുടെ പരാതികളാണെങ്കിൽ ഫേസ്ലെസ് കണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾക്കുള്ള ഉത്തരമാണ്. ഇന്ന് ഇന്റർനെറ്റും ഒരു സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ ആർക്കും ഒരു ചാനൽ തുടങ്ങാം. എന്നാൽ വെറുതെ വീഡിയോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. കൃത്യമായ പ്ലാനിങ്ങും ഓഡിയൻസിനെ മനസ്സിലാക്കാനുള്ള കഴിവും വേണം. 2022-ൽ വെറുമൊരു ചെറിയ ഫോണും സാധാരണ മൈക്കുമായി തുടങ്ങിയ എനിക്ക് ഇന്നൊരു ടീമും നല്ലൊരു വരുമാനവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് സാധ്യമാണ്. നിങ്ങൾ കണ്ടന്റ് ക്രിയേഷനിൽ താൽപ്പര്യമുള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് മുഖം കാണിക്കാതെ എങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാമെന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കമന്റിൽ യൂട്യൂബ് 2026 എന്ന് രേഖപ്പെടുത്തുക. ഭൂരിഭാഗം പേർക്കും താൽപ്പര്യമുണ്ടെങ്കിൽ 0-ൽ നിന്ന് ഒരു ചാനൽ എങ്ങനെ വളർത്താമെന്ന് ഞാൻ നേരിട്ട് പഠിപ്പിക്കാം. 5. കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്, സകല സ്കില്ലുകളുടെയും രാജാവ്. നിങ്ങൾ ലോകത്തെ ഏറ്റവും മികച്ച സ്കില്ലുകൾ പഠിച്ചാലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. നിങ്ങളൊരു ഫ്രീലാൻസറോ കണ്ടന്റ് ക്രിയേറ്ററോ ആരുമാകട്ടെ, ഒരു ക്ലയന്റിനെയോ ഓഡിയൻസിനെയോ നിങ്ങളുടെ ഐഡിയ ബോധ്യപ്പെടുത്താൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. നല്ലൊരു സ്റ്റോറി ടെല്ലർ ആകുക എന്നതാണ് ഇതിന്റെ രഹസ്യം. ഏതൊരു ബോറൻ കാര്യവും ഒരു കഥ പോലെ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും. ഇത് പരിശീലനത്തിലൂടെ നേടിയെടുക്കാവുന്ന ഒന്നാണ്. പുസ്തകങ്ങൾ വായിക്കുക, മികച്ച പ്രാസംഗികരെ ശ്രദ്ധിക്കുക, സംസാരിക്കുമ്പോൾ വ്യക്തത നിലനിർത്തുക, ഇതൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനം. നമ്മൾ സംസാരിച്ച സൈക്കോളജിക്കൽ ട്രിക്കുകളും കമ്മ്യൂണിക്കേഷൻ രീതികളും വളരെ പവർഫുള്ളാണ്. അറിവ് എന്നത് ഒരു ആയുധം പോലെയാണ്. അത് ക്രിയാത്മകമായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വളരാം. എന്നാൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനോ വഞ്ചിക്കാനോ ഉപയോഗിക്കരുത്. ഉത്തരവാദിത്തമുള്ള ഒരു ക്രിയേറ്റർ ആകുക എന്നതാണ് ഏറ്റവും പ്രധാനം. പുറമേയുള്ള മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലാണ് മാറ്റമുണ്ടാകേണ്ടത്. ഒരു മികച്ച മൈൻഡ് സെറ്റ് കെട്ടിപ്പടുക്കുക എന്നതാണ് ഏത് സ്കില്ലിനേക്കാളും വലുത്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്ന 3999 രൂപയുടെ കോഴ്സ് സൗജന്യമായി നേടാനുള്ള അവസരം കളയരുത്. വെറും 89 രൂപയുടെ മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്ക് ഇതുകൂടാതെ ലുക്ക് മാക്സിംഗ്, ഡാർക്ക് സൈക്കോളജി തുടങ്ങിയ പ്രീമിയം കോഴ്സുകളും ലഭിക്കും. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ 500-ലധികം അംഗങ്ങൾക്കൊപ്പം ഇന്ന് തന്നെ നിങ്ങളും പങ്കുചേരൂ. താഴെയുള്ള ജോയിൻ ബട്ടൺ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. കണ്ടന്റ് ക്രിയേഷൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർ യൂട്യൂബ് 2026 എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ സൈനിങ് ഓഫ്.